എല്ലാ കണ്ണുകളും ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമോ, അതല്ല മൂന്നാം ഊഴം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുമോ ബി.ജെ.പി? രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി മോദിയുടെ നേതൃത്വത്തിൽ തുടരുന്ന ബി.ജെ.പി RSS ഭരണം തുടരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ ഫലങ്ങളെ തള്ളുകയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുന്നോടിയായി വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾ നാളെ രാവിലെ 5:30 തുറക്കും. മുൻപ് 7:30 ശേഷമായിരുന്നു ഇവ തുറന്നിരുന്നത് എന്നതും ഈ വർഷത്തെ ഒരു മാറ്റമായി നമ്മൾ കാണേണ്ടതുണ്ട്. 4-ന് തന്നെ ഒരുക്കങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാണ് എണ്ണുന്നത്. ആദ്യം എണ്ണുക ഇലക്ട്രോണിക്കലി ട്രാൻസിസ്റ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും അഥവാ ETPB എന്ന് പറയും. വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഉള്ളവരുടെ തപാൽ ബാലറ്റുകളുമായിരിക്കും ആദ്യം എണ്ണുക എന്നാണ്. കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാകും യന്ത്രങ്ങളുടെ മുദ്ര പൊട്ടിക്കുക. ഓരോ റൗണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ അതിൽ നിന്നും ഏതെങ്കിലും 2 മെഷീൻ റാൻഡം ചെക്ക് ചെയ്യും. ഓരോ മെഷീനിലെയും കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പാക്കാനാണ് ഇങ്ങനെ പരിശോധന നടത്തുന്നത്. ശേഷം ആ റൗണ്ടിന്റെ ടാബുലേഷൻ നടത്തി ആ റൗണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കും. VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നടത്തൂ എന്നതും പ്രത്യേകതയാണ്. അതേസമയം വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 7 ഘട്ടമായാണ് രാജ്യത്ത് ലോക്സഭാ വോട്ടെടുപ്പുകൾ നടന്നത്. വോട്ടെണ്ണലിൽ ജാഗ്രത ഉറപ്പാക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുമായും സംസ്ഥാന അധ്യക്ഷന്മാരടക്കം മുതിർന്ന നേതാക്കളുടെയും വെർച്വൽ യോഗം വിളിച്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പിൽ സുതാര്യത വേണമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കണമെന്ന ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ കഴിഞ്ഞ ദിവസം കമ്മീഷനെ സമീപിച്ചത്. തപാൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കുക പ്രായോഗികമല്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വെക്കാൻ വ്യവസ്ഥയുണ്ട്. കൃത്രിമം നടക്കും എന്നത് അടിസ്ഥാനരഹിതമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തപാൽ വോട്ടുകൾ ആദ്യമെണ്ണൽ ഉൾപ്പെടെ വോട്ടെണ്ണൽ സുതാര്യമാക്കാൻ നിരവധി ആവശ്യങ്ങളാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത് ചിത്രീകരിക്കണമെന്നതും ആവശ്യങ്ങളിലുണ്ട്. കൺട്രോൾ യൂണിറ്റിലെ തീയതികളും സമയവും പരിശോധിക്കണമെന്നുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികൾക്ക് നിരീക്ഷകർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നതും വാർത്തയാണ്. മുൻ വർഷങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിയതിനു ശേഷം തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നു. എന്നാൽ അത്തരം സാഹചര്യം ഇനി ഉണ്ടാകരുതെന്നും നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി നേതാക്കൾ ഡൽഹിയിലെ കമ്മീഷൻ ആസ്ഥാനത്തെത്തിയാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. സൽമാൻ ഖുർഷിദ് കോൺഗ്രസ്, രാംഗോപാൽ യാദവ് SP, സീതാറാം യെച്ചൂരി CPM, D രാജ CPI എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായിരുന്നാലും ഇന്ത്യ സഖ്യം വലിയ ജാഗ്രത പാലിക്കണമെന്നും ഈ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളൊന്നും എക്സാക്ട് പോളുകളല്ല, അതിൽ വിശ്വസിക്കരുതെന്നും തങ്ങളുടെ അനുയായ വൃദ്ധങ്ങളോട് പറയുമ്പോൾ 400 എന്ന് പ്രഖ്യാപിക്കുകയും 350ഓളം സീറ്റുകൾ നേടി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ബി.ജെ.പി RSS സഖ്യവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. എല്ലാ കണ്ണുകളും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെയാണ്.